ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അത് നമുക്കറിയാം, നമ്മൾ ട്രഡീഷണലി, അതായത് പരമ്പരാഗതമായിട്ട് ഇന്ത്യയുടെ ശത്രു എന്ന് പറയുന്നത് പാകിസ്ഥാനാണ്. നമുക്ക് നമുക്ക് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളായിരുന്നു നമ്മളുടെ ഏറെക്കുറെ എല്ലാ ഒരു ഭൂരിപക്ഷം നമ്മുടെ തന്ത്രപരമായിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും അല്ലെങ്കിൽ നയങ്ങളും അല്ലെങ്കിൽ നമ്മളുടെ നിലപാടുകളും ഒക്കെ തന്നെ പാകിസ്ഥാൻ സെൻട്രിക് എന്നോ അല്ലെങ്കിൽ പാകിസ്ഥാൻ ഫോക്കസ് എന്നോ ഒക്കെ നമുക്ക് പറയാൻ പറ്റും. ഏതായത് ദശാബ്ദങ്ങൾക്ക് മുമ്പ്, അതായത് നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയ ആ ഒരു സമയം മുതൽ 40കളിലും 50കളും 60കളും 70കളും ഒരു 80കൾ വരെയൊക്കെ തന്നെ നമുക്ക് തീർച്ചയായിട്ടും, അല്ലെ 90കളിലും ഒക്കെ തന്നെ നമുക്ക് തീർച്ചയായിട്ടും പാകിസ്ഥാനെ മാത്രം, പാകിസ്ഥാനിൽ നിന്നുള്ള ഭീഷണി അല്ലെങ്കിൽ പാകിസ്ഥാനെ മാത്രം നമ്മൾ നേരിടുന്ന, അല്ലെങ്കിൽ പാകിസ്ഥാനെ മാത്രം നമ്മുടെ ശത്രുവായിട്ട് നമുക്ക് നേരിട്ടാൽ മതി എന്നൊരു അവസ്ഥയായിരുന്നു നിലനിന്നിരുന്നത്. അതിനുശേഷം നമുക്ക് പിന്നീട് ചൈന നമ്മളുടെ ഒരു നല്ല സുഹൃത്ത് രാജ്യമല്ലായിരുന്നു തുടക്കം മുതൽ. എന്നിരുന്നാൽ തന്നെയും ഏറെക്കുറെ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള റിലേഷൻസിലൊരു എന്താണ് പറയുന്നത്, ഒരു കാംനെസ് അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു ഇക്വേഷനൊക്കെ ഒത്തിരി മാറിയിട്ടുണ്ട്. നമുക്കറിയാം, തീർച്ചയായിട്ടും ചൈന സാമ്പത്തികമായിട്ടൊക്കെ ഒത്തിരി വളരുകയും അവർ ശക്തി പ്രാപിക്കുകയൊക്കെ ചെയ്ത് ഇപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ശരിക്കുമുള്ള ആ ഒരു അംബീഷൻ, ആഗ്രഹങ്ങളും അല്ലെങ്കിൽ സ്വഭാവങ്ങളും ഒക്കെ അവർ തീർച്ചയായിട്ടും പുറത്തെടുക്കാൻ തുടങ്ങി. തൽഫലമായിട്ട് ഇന്ത്യയും ചൈനയും തമ്മിൽ നിലനിന്നിരുന്ന ഇക്വേഷൻസ് ഒക്കെ വളരെ കാര്യമായ മാറ്റങ്ങൾ അതിനകത്തിലും ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് നമ്മൾ നേരിടുന്ന ഭീഷണി, അല്ലെങ്കിൽ നമ്മൾ തന്ത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ പ്രതിരോധ മേഖലയിൽ നമ്മൾ നേരിടുന്ന ഭീഷണി പാകിസ്ഥാനിൽ നിന്ന് മാത്രമല്ല, നമ്മളുടെ അയൽ രാജ്യങ്ങളുടെ കാര്യങ്ങൾ എടുത്ത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ചൈന, ഈ പറഞ്ഞ മൂന്ന് രാജ്യങ്ങളിൽ നിന്നും നമുക്ക് വളരെ അവഗണിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഭീഷണി അല്ലെങ്കിൽ തന്ത്രപരമായിട്ടുള്ള മേഖലകളിൽ സമ്മർദ്ദങ്ങളുണ്ട് നമുക്ക് തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള കൂട്ടുകെട്ട് നമുക്ക് വളരെ രീതിയിലുള്ള ആശങ്ക ഉണ്ടാക്കി തന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ടാക്കുന്നുണ്ട്. അതിനെ തീർച്ചയായിട്ടും നമുക്ക് പ്രതിരോധിക്കുവാനും അല്ലെങ്കിൽ നമുക്ക് അതിനെ എന്താണ് പറയുന്നത്, വളരെ സക്സസ്ഫുൾ ആയിട്ട് അതിനെ നേരിടുക എന്നുള്ളത് ഇന്ത്യയുടെ ആവശ്യമാണ്. അതുപോലെ ഇന്ത്യ അതിനുള്ള തയ്യാറെടുപ്പുകൾ തീർച്ചയായിട്ടും സൈനികപരമായിട്ടുള്ള മേഖലകളിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനകത്ത് നമ്മൾ ഏറെക്കുറെയൊക്കെ സക്സസ്ഫുൾ ആണ് എന്നുള്ള ഒരു സത്യാവസ്ഥകൾ നമ്മൾ മനസ്സിലാക്കണം. ഒത്തിരി മേഖലകളിലും അല്ലെങ്കിൽ ഒത്തിരി പോരായ്മകളൊക്കെ നമുക്കുണ്ടെങ്കിൽ തന്നെ തീർച്ചയായിട്ടും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഫുൾ ഫ്ലഡ്ജ് ആയിട്ടുള്ള അറ്റാക്ക്, കൺവെൻഷണൽ അറ്റാക്ക്, പരമ്പരാഗത രീതിയിലുള്ള അറ്റാക്ക്, ആക്രമണം നമുക്ക് തീർച്ചയായിട്ടും പൂർണ്ണമായ രീതിയിൽ നമുക്കതിനെ പ്രതിരോധിക്കുവാൻ സാധിക്കും. പാകിസ്ഥാന്റെ മുകളിൽ നമുക്ക് ഡോമിനൻസ് ഉണ്ടാക്കിയെടുക്കുവാനും സാധിക്കുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ പഴയ പോലെ ഒരു വൺ ഫ്രണ്ട് വാർ അല്ല, നമുക്കിപ്പോൾ ടു ഫ്രണ്ട് വാർ, അതും കഴിഞ്ഞപ്പോൾ നമുക്ക് ത്രീ ഫ്രണ്ട് അല്ലെങ്കിൽ ബംഗ്ലാദേശും കൂടെ നമ്മുടെ ശത്രുപക്ഷത്ത് നിലനിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതും കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മളുടെ അയൽരാജ്യമല്ലെങ്കിലും ടർക്കി എന്ന് പറയുന്ന രാജ്യത്തു നിന്ന് നമുക്ക് നേരിടേണ്ടി വരുന്ന ഭീഷണികൾ ഒട്ടും കുറവല്ല. ഈ നേരിടേണ്ടി വരുന്ന ഭീഷണികൾ കുറവല്ല എന്ന് പറയുന്നത്, അത് പാകിസ്ഥാനെയും പ്രത്യേകിച്ച് ബംഗ്ലാദേശിനോടും ടർക്കി കാണിക്കുന്ന ആഭിമുഖ്യങ്ങൾ, പാകിസ്ഥാനും ബംഗ്ലാദേശിനും ടർക്കി നൽകുന്ന സൈനിക സഹായങ്ങൾ, മറ്റു രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള സഹായങ്ങൾ തീർച്ചയായിട്ടും ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുന്നതിന് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുന്നതിന് വേണ്ടിയാണ്. കാരണം ഇന്ത്യക്കെതിരെ മാത്രം ഉള്ള ഒരു തുറുപ്പിയിട്ടാണ് ടർക്കി എന്ന് പറയുന്ന രാജ്യം പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും ഒക്കെ ഈ പറഞ്ഞ രീതിയിൽ വളരെ ആഴത്തിൽ, ഗണ്യമായ രീതിയിൽ അല്ലെങ്കിൽ വളരെ വ്യാപകമായ രീതിയിൽ അവർക്കുള്ള മിലിറ്ററി അല്ലെങ്കിൽ സൈനികപരമായിട്ടുള്ള പ്രതിരോധപരമായിട്ടുള്ള സഹായങ്ങൾ നൽകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് പഴയതിനേക്കാളും കൂടുതൽ ഇന്ത്യ ഇതുപോലുള്ള സമ്മർദ്ദങ്ങളും അല്ലെങ്കിൽ ഭീഷണികളും നേരിടുന്ന ഈ ഒരു അവസരത്തിൽ നമ്മൾക്ക് തീർച്ചയായിട്ടും നമ്മളുടെ പ്രതിരോധത്തിനെ കൂടുതൽ ശക്തമാക്കേണ്ട വളരെയധികം ആവശ്യമുണ്ട്. അപ്പോൾ അതിന് ശക്തമാക്കണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഫണ്ട് വേണം, പണം വേണം. അപ്പോൾ ഇതുവരെ നമ്മൾ പ്രതിരോധത്തിന് വേണ്ടി അല്ലെങ്കിൽ പ്രതിരോധ മേഖലയ്ക്ക് വേണ്ടി നമ്മൾ ചെലവഴിച്ചുകൊണ്ടിരുന്ന തുക അടുത്ത സാമ്പത്തിക വർഷം മുതൽ കൂടുതലാകും, അല്ലെങ്കിൽ 20% വർധനവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു റിക്വസ്റ്റ് പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നും നമ്മളുടെ ഒരുപക്ഷെ PMOയുടെ ഓഫീസിലേക്കായിരിക്കും അതിന് റിക്വസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും
20% വർധനവ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ഉള്ളൊരു വർധനവത്തിന് സൂചന നൽകിയിട്ട് നമ്മളുടെ ഡിഫൻസ് പ്രതിരോധ സെക്രട്ടറി അതിനെക്കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതായത് ഏകദേശം ഈ ഡിഫൻസ് മിനിസ്ട്രിക്ക് 20% സ്പെൻഡിങ് റൈസ് എന്നുവെച്ചാൽ ഇപ്പോൾ ചെലവിട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ 20% കൂടെ കൂടുതൽ അടുത്ത സാമ്പത്തിക വർഷം മുതൽ ബജറ്റിൽ അനുവദിക്കണം, അല്ലെങ്കിൽ ബജറ്റ് അലോക്കേഷൻ ഉണ്ടാകണം എന്ന് ഡിഫൻസ് സെക്രട്ടറി ആർ.കെ. സിംഗ് പറയുകയുണ്ടായി. അപ്പോൾ അത് അപ്രൂവ് ചെയ്യേണ്ടത് ഒന്നുകിൽ എനിക്ക് തോന്നുന്നത് പ്രൈം മിനിസ്റ്റേഴ്സിൻ്റെ ഓഫീസിൽ നിന്നോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള എനിക്ക് രൂപരേഖയില്ല, ഒന്നുകിൽ PMO ഓഫീസായിരിക്കും, അല്ലെങ്കിൽ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി അവരായിരിക്കാം ചിലപ്പോൾ അത് അപ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അത് അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 15.2 ബില്യൻ്റെ അഡീഷണൽ ആയിട്ടുള്ള ഒരു വർധനവ് ബൂസ്റ്റ് ഡിഫൻസ് ബജറ്റിന് ഉണ്ടാകും. അത് തീർച്ചയായിട്ടും നമ്മളുടെ പ്രതിരോധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ സഹായകരമാകും എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തലും പ്രതീക്ഷ. അപ്പം ലോകരാജ്യങ്ങളുടെ മൊത്തം ആകെ പ്രതിരോധ ബജറ്റിൻ്റെ 3% മാത്രമാണ് ഇന്ത്യ സുരക്ഷയ്ക്കായിട്ട് മാറ്റിവെക്കുന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2026-27 സാമ്പത്തിക വർഷം ഈ പറഞ്ഞ ബജറ്റിനകത്തിൽ എന്നുവെച്ചാൽ 2026 ഏപ്രിൽ മുതലുള്ള സാമ്പത്തിക വർഷത്തിൽ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ 26 ഏപ്രിൽ 1 മുതലുള്ള സാമ്പത്തിക വർഷത്തിലേക്കുള്ള ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതിനകത്തിൽ 20% വർധനവ് പ്രതിരോധ മേഖലയ്ക്ക് വേണ്ടി ഉണ്ടാകണം എന്നുള്ള റിക്വസ്റ്റാണ് പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നും സമർപ്പിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാം ഈ പറഞ്ഞ രാജ്യങ്ങളിലെ കാര്യങ്ങൾ പറഞ്ഞ് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ചൈന ഇവരെ ഇൻഡിവിജ്വലായിട്ട് മാത്രമല്ല, ഇവർ കളക്റ്റീവായിട്ടാണ് ഒത്തൊരുമിച്ച് നിന്നിട്ടാണ് ഇന്ത്യയെ പ്രതിരോധിക്കുവാനോ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ ഉള്ള ഭീഷണികൾ അവർ നിലനിർത്തുന്നു. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യൻ സേനയ്ക്ക് കൂടുതൽ ജാഗ്രത അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ സായുധ സേനയെ കൂടുതൽ ആയുധവൽക്കരിക്കേണ്ടതും അതുപോലെ തന്നെ ആധുനികവൽക്കരിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. അതിന് തീർച്ചയായിട്ടും കൂടുതൽ ഫണ്ടിൻ്റെ അലോക്കേഷൻ ബജറ്റിനകത്ത് ഉണ്ടാകേണ്ട ഒരാവശ്യങ്ങളുണ്ട്. അപ്പോൾ അത് മുൻനിർത്തിയാണ് ഈ പറഞ്ഞ 20% വർധനവ് ആവശ്യപ്പെട്ടത്. അദ്ദേഹം ഈ പറഞ്ഞ രാജേഷ് കുമാർ സിംഗ് എന്നായിരിക്കും. അദ്ദേഹം ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി സംഘടിപ്പിച്ച ഒരു ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്കറിയാം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും നിലയ്ക്കാത്ത ഭീഷണികൾ നമുക്ക് എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. തീവ്രവാദ പ്രവർത്തനങ്ങളും പ്രോക്സി വാറുകളും അതുപോലെ തന്നെ നമ്മളുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ദോഷം ചെയ്യുന്ന കള്ളനോട്ടിൻ്റെയും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഇലീഗൽ ആയിട്ടുള്ള ട്രേഡ്, ഡ്രഗ്സ് ഇതുപോലുള്ള, അതുപോലെ നമ്മുടെ ആഭ്യന്തരമായിട്ടുള്ള പല കാര്യങ്ങളിൽ ഇടപെടുന്ന രീതിയിലുള്ള പാകിസ്ഥാന്റെ നിലപാടുകൾ, അപ്പം ഇതൊക്കെ തന്നെ ഇന്ത്യക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായതുകൊണ്ട് ഇതിനെ നേരിടാൻ, അതുപോലെ തന്നെ ചൈനയുടെ ഭാഗത്തുനിന്നും ബംഗ്ലാദേശിൻ്റെ ഭാഗത്തുനിന്ന് അത്രയും ഒരു ഭീഷണി നമുക്കില്ല. അത് ഈ അടുത്ത സമയത്താണ്, പ്രത്യേകിച്ച് ഷെയ്ഖ് ഹസീനയുടെ തിരോധാനത്തിന് ശേഷമാണ് കൂടുതൽ ബംഗ്ലാദേശിൻ്റെ ഭാഗത്ത് നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ സൈനിക ആയുധശേഷി വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ അതിനെ കൂട്ടുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. സാധാരണഗതിയിൽ എല്ലാ വർഷവും 10% വർധനമാണ് പ്രതിരോധ ബജറ്റിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പക്ഷേ അതിന് വ്യത്യസ്തമായിട്ട് അടുത്ത കുറേ വർഷങ്ങളിൽ അടുത്തൊരു കുറേ വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് കുറേ വർഷം കഴിയുന്നവരെ ഇത് കൂട്ടേണ്ടതായിട്ടുണ്ട്. എന്നാലും അടുത്തൊരു ദശാബ്ദ കാലത്തേക്കെങ്കിലും ഈ പറഞ്ഞ വർധന 20% എങ്കിലും വേണ്ടി വരുമെന്നാണ് ഡിഫൻസ് മിനിസ്ട്രിയിൽ നിന്നുള്ള ഒരു അവരുടെ കണക്കൂട്ടൽ. കാരണം എന്നാൽ മാത്രമേ നമ്മുടെ സേനയെ നമുക്ക് ശക്തിപ്പെടുത്താനും അതിനെ എപ്പോഴും ഒരു എന്താണ് പറയുക, നമ്മുടെ ഈ പറഞ്ഞ ശത്രു രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണികളെ നമുക്ക് വളരെ ഫലപ്രദമായിട്ട് നേരിടാനും കഴിയുന്ന രീതിയിൽ നമ്മുടെ സേനയെ സുസജ്ജമാക്കുവാനും അല്ലെങ്കിൽ ശക്തിപ്പെടുത്താനും മോഡേണൈസ് ചെയ്യാനൊക്കെ നമുക്ക് കഴിയത്തുള്ളൂ. അപ്പോൾ മേക്ക് ഇൻ ഇന്ത്യക്ക് കൂടുതൽ പ്രയോറിറ്റി നൽകി അല്ലെങ്കിൽ കൂടുതൽ അതിനെ എന്താണ് പറയുന്നത് പരിഗണന നൽകിയിട്ട് ഈ പറഞ്ഞ ഒരു പ്രക്രിയയ്ക്ക് മുൻതൂക്കം കൊടുക്കണം, അല്ലെങ്കിൽ പ്രക്രിയയ്ക്ക് ഇങ്ങനൊരു പ്രക്രിയ ഉണ്ടാകണമെന്നാണ് ഡിഫൻസ് മിനിസ്ട്രിയുടെ കാഴ്ചപ്പാടുന്നത്. 2025-26 നമ്മളുടെ ബജറ്റിൽ ഏകദേശം 6.8 ലക്ഷം കോടി രൂപയായിരുന്നു പ്രതിരോധ മേഖലയ്ക്ക് അനുവദിച്ചെന്ന് പറഞ്ഞത്. 2025 ഏപ്രിൽ മുതൽ 26
പിന്നെ മെയ് വരെ 8.17 ലക്ഷം മൊത്തം ഡിഫൻസ് മിനിസ്ട്രിക്ക് വേണ്ടി. അത് മുൻവർഷത്തെ 6.23 ലക്ഷം കോടി രൂപയിൽ നിന്ന് 9% വർധനവോളം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ആവറേജ് 10% വർധനവ് എല്ലാ വർഷവും ഡിഫൻസ് ബജറ്റിൽ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. കാരണം അങ്ങനെ വർദ്ധിപ്പിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. കാരണം ഓരോ ദിവസവും കഴിയുന്തോറും അല്ലെങ്കിൽ ഓരോ വർഷം കഴിയുന്തോറും തീർച്ചയായിട്ടും നമ്മളുടെ പ്രതിരോധ മേഖലയെ പ്രതിരോധ മേഖലയെന്നല്ല, നമ്മളുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് അല്ലെങ്കിൽ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണികൾ കൂടുതൽ കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അടുത്തുള്ള രാജ്യങ്ങളിൽ നിന്ന് മാത്രമല്ല, ഈ പറഞ്ഞ ടർക്കി മുതലായിട്ടുള്ള ദൂരെയുള്ള രാജ്യങ്ങളിൽ നിന്നും തീർച്ചയായിട്ടും, എന്നുവെച്ചാൽ പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഏതെല്ലാം രാജ്യങ്ങളുണ്ടോ ആ രാജ്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് ഭീഷണികൾ നേരിടുന്നുണ്ട്. ഇപ്പോൾ അസർബൈജാൻ, ടർക്കി ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ, ഈവൻ പാകിസ്ഥാനെ അമേരിക്ക പല രീതിയിൽ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലെ സൗദി, ഖത്തർ ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ പാകിസ്ഥാനെ സഹായിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഭീഷണികൾ നമ്മൾ നേരിട്ടും അല്ലാതെയും ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടുള്ള ഈ പറഞ്ഞ ഭീഷണികൾ നമുക്ക് നേരിടുന്ന സാഹചര്യത്തിൽ ഡിഫൻസ് സൈനികപരമായിട്ടുള്ള ശേഷിയെ നമുക്ക് വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ സൈന്യത്തിനെ കൂടുതൽ ആധുനികവൽക്കരിക്കുക, മോഡേണൈസ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. 2025-26 സാമ്പത്തിക വർഷം നമ്മുടെ GDP-യുടെ 1.9% നമ്മൾ ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളത്. നമ്മൾ ടോട്ടൽ ബജറ്റ് അലോക്കേഷൻ എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 8.17 ലക്ഷം ഈ കറണ്ട് ഫിസിക്കൽ ഇയർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാമ്പത്തിക വർഷത്തിൽ നമ്മൾ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഏകദേശം GDP-യുടെ 1.9% നമുക്ക് ആ ഷെയർ എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് 27,886 കോടി രൂപ ഇന്ത്യയുടെ സ്വകാര്യ മേഖലയിൽ നിന്നും അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടർ മാനുഫാക്ചറേഴ്സിൽ നിന്നും പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടിയാണ് 27,886 കോടി രൂപ മാറ്റിവെച്ചത്. നമ്മുടെ ആഭ്യന്തരമായിട്ടുള്ള സോഴ്സിൽ നിന്നും നമ്മുടെ ഡിഫൻസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഏകദേശം ഈ 75%, മോഡേണൈസേഷൻ ബജറ്റിൻ്റെ 75% ആഭ്യന്തരമായിട്ടുള്ള ഡിഫൻസ് സൈനിക ഉൽപ്പാദന മേഖലയിൽ നിന്നും ആയുധങ്ങളും അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളൊക്കെ തന്നെ പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ ആക്ച്വൽ സ്പെൻഡിങ് 88% അല്ലെങ്കിൽ 88% മുകളിൽ ഈ പറഞ്ഞ മോഡേണൈസേഷന് വേണ്ടി പോയിട്ടുണ്ട്. അത് ഇന്ത്യൻ കമ്പനികൾക്ക് വേണ്ടി വിനിയോഗിച്ചതാണ് 88%. അപ്പോൾ ലോകരാജ്യങ്ങളുടെ മൊത്തം ബജറ്റിൻ്റെ 3% മാത്രമാണ് ഇന്ത്യ രാജ്യസുരക്ഷയ്ക്കായിട്ട് മാറ്റിവെക്കുന്നത്. നമുക്കതൊന്നും ആ കണക്കൊന്നും നമുക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിപ്പം പാകിസ്ഥാൻ, ചൈന ഇതുപോലുള്ള രാജ്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ അവർ കൂടുതൽ അവരുടെ പ്രതിരോധ മേഖലയെ ശക്തിപ്പെടുത്തുകയും മോഡേണൈസ് ചെയ്യുകയും ആയുധവൽക്കരിക്കുകയും ചെയ്യുമ്പോൾ അതിനേക്കാളിലും ഒരു പടി നമുക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. ഇപ്പം ചൈനയുടെ ഡിഫൻസ് ബജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12% ഏകദേശം. അപ്പോൾ അതുമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യയുടെ തീർച്ചയായിട്ടും ലോകത്തിലെ ഏറ്റവും ഡിഫൻസ് സ്പെൻഡിംഗ് ഉള്ള അമേരിക്കയാണ്. ഏകദേശം അവരുടെ 900 ബില്യന് മുകളിലാണ് അവരുടെ ആനുവൽ ഡിഫൻസ് ബജറ്റ്. ചൈന രണ്ടാമത്തെ രാജ്യമാണെങ്കിലും അമേരിക്ക അടുത്തൊന്നുമില്ല. ഏകദേശം അതിൻ്റെ ഒരു പകുതിയൊക്കെ വരത്തുള്ളൂ ചൈനയുടെ ഡിഫൻസ് സ്പെൻഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞാൽ റഷ്യ, ഇന്ത്യ ഇതുപോലുള്ള രാജ്യങ്ങളാണ് ഡിഫൻസ് സ്പെൻഡിങ്ങിൽ 1, 2, 3, 4 സ്ഥാനങ്ങളിലൊക്കെ നിൽക്കുന്നതാണ്. അപ്പോൾ ചൈനയെ അപേക്ഷിച്ച് ഇന്ത്യ ഒത്തിരി കുറവാണ്. എന്നിരുന്നാൽ തന്നെയും തീർച്ചയായിട്ടും ഈ പറഞ്ഞ മൂന്നാമത്തെയും 4-ാമത്തെ സ്ഥാനമൊക്കെ ഇന്ത്യക്കും റഷ്യയ്ക്കും ഒക്കെ ആയിട്ട് ഉണ്ട് ഡിഫൻസ് സ്പെൻഡിങ്ങിൽ, ബജറ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ. അപ്പോൾ ഇന്ത്യ നമുക്കറിയാം ഇപ്പോൾ ആഭ്യന്തരമായിട്ടുള്ള ഉൽപ്പാദനം കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ ഇപ്പോഴും വൻതോതിൽ ആയുധങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ തന്നെയും പക്ഷേ ആഭ്യന്തരമായിട്ടുള്ള ഉൽപ്പാദനം മെച്ചപ്പെടുന്നതുകൊണ്ടും വർദ്ധിക്കുന്നതുകൊണ്ടും നമുക്ക് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നതിൽ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു 10 വർഷത്തിനുള്ളിൽ, തീർച്ചയായിട്ടും അടുത്തൊരു ദശാബ്ദക്കാലം നമ്മൾ എടുത്തു നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ തുടർന്നുകൊണ്ട് പോവുകയാണെങ്കിൽ ഇന്ത്യക്ക്
നല്ലൊരു ശതമാനം ഇന്ത്യൻ സേനയ്ക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ള ആയുധങ്ങളും നമ്മുടെ ആഭ്യന്തരമായിട്ടുള്ള കമ്പനികളിൽ നിന്നും അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ പ്രൈവറ്റ് സെക്ടർ മേഖലയിലുള്ള അതൊരു പക്ഷേ വിദേശ കമ്പനികളായിട്ടുള്ള ജോയിന്റ് കൊളാബറേഷനിൽ കൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതായിരിക്കും തീർച്ചയായിട്ടും. ഫ്രാൻസ്, ഇറ്റലി, ഇസ്രയേൽ, ജർമ്മനി, അമേരിക്ക, റഷ്യ, ഇസ്രായേൽ ഇതുപോലുള്ള രാജ്യങ്ങളുമായിട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണങ്ങളൊക്കെ തന്നെ ആയിരിക്കും. എന്നാൽ തന്നെ ആഭ്യന്തര വിപണിയിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ സൈന്യത്തിന് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ, ആയുധങ്ങൾ നമുക്ക് വാങ്ങിക്കുന്നത് കൂട്ടുവാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി അനുസരിച്ച് തീർച്ചയായിട്ടും ഈ മേഖലയിലൊക്കെ വൻതോതിലുള്ള പുരോഗതി നമ്മൾ കൈവരിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ആഭ്യന്തര സൈനിക നിർമ്മാണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആ ഒരു മാനുഫാക്ചറിങ് സെക്ടർ കൂടുതൽ വളർന്നു വരികയാണ്. അതുപോലെ നമ്മുടെ ഡിഫൻസ് എക്സ്പോർട്ടും കൂടിക്കൂടി വരുന്നൊരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പം ഇത് തീർച്ചയായിട്ടും നമുക്ക് ഈ ആഭ്യന്തരമായിട്ട് നമ്മൾ പ്രൊക്യൂർ ചെയ്യുന്നതുണ്ട്, അങ്ങനെ ഒരു ഇക്കോസിസ്റ്റം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കൂടുതൽ ഗുണം ചെയ്യും. കാരണം നമുക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഫോറിൻ കറൻസി കൊടുക്കണം. ഡോളേഴ്സ്, അമേരിക്കയ്ക്ക് ഡോളേഴ്സ് അല്ലെങ്കിൽ അതുപോലെ രാജ്യങ്ങൾക്ക് ഡോളറുകൾ അല്ലെങ്കിൽ ഫോറിൻ കറൻസി അല്ലെങ്കിൽ നമ്മുടെ ഫോറിൻ റിസർവിൽ നമുക്ക് എടുത്തു കൊടുക്കണം. അപ്പം തീർച്ചയായിട്ടും നമ്മൾ 88% അല്ലെങ്കിൽ 80% മുകളിൽ ഇപ്പോഴും നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം ആയുധങ്ങൾ. അപ്പോൾ ഇത്രയും ശതമാനം സൈന്യത്തിന് ആവശ്യമായിട്ടുള്ള ഇത്രയും അളവിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വിദേശ നാണ്യങ്ങൾ നമ്മുടെ പക്കൽ നിന്നും പുറത്തേക്ക് ഒഴുകി പോകും. അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയൊരു എന്താണ് പറയുന്നത് ദോഷം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ അമേരിക്ക പോലുള്ള രാജ്യങ്ങളെ ആശ്രയിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ പലതാണ്. കാരണം അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ച് മാത്രമേ നമുക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കൂ എന്നൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും താല്പര്യത്തിനൊക്കെ എന്താണ് പറയുന്നത് വിഘാതം സൃഷ്ടിക്കുന്ന കാര്യങ്ങളാണ്. നമുക്കറിയാം അമേരിക്ക ഏത് രീതിയിലാണ് അമേരിക്ക ആയുധം കൊടുക്കുന്ന രാജ്യങ്ങളെ അവർ പിന്നെ മാനേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്നുള്ളവരും നമുക്കറിയാം. ഇപ്പം ഫ്രാൻസിൽ നിന്നോ റഷ്യയിൽ നിന്നോ ഈവൻ ഇസ്രായേലിൽ നിന്നോ നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല. എന്നിരുന്നാൽ തന്നെയും നമ്മളിപ്പോൾ ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ രാജ്യങ്ങളെ ആയുധത്തിന് വേണ്ടി സമീപിക്കുമ്പോൾ അവർ നോ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ബുദ്ധിമുട്ടുണ്ടാക്കി വെക്കും എന്നുള്ളൊരു അവസ്ഥാവിശേഷം നേരിടാം ഭാവിയിൽ. അതിനു പകരം നമ്മളുടെ ആഭ്യന്തര ഉൽപ്പാദനത്തെ നമ്മൾ ത്വരിതപ്പെടുത്തുകയും അല്ലെങ്കിൽ അതിനെ നമ്മൾ കൂട്ടുകയും ചെയ്യുകയും നമ്മുടെ സൈന്യത്തിന് ആവശ്യമായിട്ടുള്ള ഏറെക്കുറെ മെജോറിറ്റി ആയുധങ്ങളും ഉപകരണങ്ങളും നമ്മൾ ഇന്ത്യയുടെ കമ്പനികളിൽ നിന്ന് തന്നെ നമുക്ക് പ്രൊക്യൂർ ചെയ്യാൻ സാധിക്കും. അതെങ്കിൽ അത് ഇന്ത്യയെ സേനയ്ക്കും ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യും. അതുപോലെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളുടെ പ്രതിരോധ മേഖലയ്ക്ക് കൂടുതൽ ബജറ്റ് അലൊക്കേഷൻ അത്യാവശ്യമാണ്. അത് നമ്മുടെ പ്രതിരോധ മേഖലയെ സൈന്യത്തിനെ കൂടുതൽ ശക്തിപ്പെടുത്താനും സൈന്യത്തിൻ്റെ ആധുനികവൽക്കരണം, മോഡേണൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ആധുനികവൽക്കരണത്തിനും അതുപോലെ തന്നെ ആയുധവൽക്കരണത്തിനും ഒക്കെ തന്നെ നമുക്ക് തീർച്ചയായിട്ടും 3 സേനാ വിഭാഗങ്ങൾ പ്രത്യേകിച്ചുണ്ട്: ആർമി, നേവി, എയർഫോഴ്സ്. ഈ 3 സേനയും തീർച്ചയായിട്ടും ചൈനയും പാകിസ്ഥാനും ഒക്കെ തന്നെ അവരുടെ സേനാ വിഭാഗങ്ങളെ മോഡേണൈസ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഇന്ത്യയെ കൂടുതൽ എന്താണ് പറയുന്നത് കോമ്പറ്ററ്റീവ് ആക്കി നിർത്തുക അല്ലെങ്കിൽ ഒരു വാർ ഫിറ്റ്, നമ്മൾ യുദ്ധം ചെയ്യാൻ ഫിറ്റായിട്ടുള്ളൊരു രാജ്യമാക്കി നമ്മളെ എപ്പോഴും സജ്ജമാക്കി നിർത്തുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അതിന് ഫണ്ട് ഉണ്ടായാൽ മാത്രമേ അത് സാധ്യമാകൂ. അത് തീർച്ചയായിട്ടും ഡിഫൻസ് ബജറ്റ് അലോക്കേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്തിൽ കൂടുതൽ എമൗണ്ട് ഡിഫൻസിന് വേണ്ടി അല്ലെങ്കിൽ പ്രതിരോധ മേഖലയ്ക്ക് വേണ്ടി നമ്മുടെ സൈന്യത്തിന് വേണ്ടി അലോക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ വിന്യസിക്കുക എന്നുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും കൂടെ ഉത്തരവാദിത്വമാണ്. അത് തീർച്ചയായിട്ടും ഇനി വരുന്ന ബജറ്റിൽ ഇങ്ങനെ ഒരു 20% ഇൻക്രീസ് വർധനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സാധാരണ എല്ലാ വർഷവും 9 മുതൽ 10 വരെയുള്ളൊരു ആവറേജ് ഇൻക്രീസാണ് നമുക്ക് എല്ലാ വർഷവും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിനെ മറികടന്ന് അല്ലെങ്കിൽ അതിന് വിപരീതമായിട്ട് ഈ വർഷം മുതൽ ഇനി വരുന്ന സമീപ ഭാവിയിലെല്ലാം തന്നെ 20% വർധനവ് ഡിഫൻസ് ബജറ്റിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഡിഫൻസ് മിനിസ്ട്രിയുടെ ഒരു എന്താണ് റിക്വസ്റ്റും അല്ലെങ്കിൽ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. അപ്പോൾ അത് അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രതിരോധ മേഖല ആയതുകൊണ്ട് തീർച്ചയായിട്ടും അത് അവഗണിക്കാനുള്ള സാധ്യതയില്ല. അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഉണ്ടാകുക തന്നെ വേണം. എന്നാൽ മാത്രമേ നമ്മുടെ സൈന്യത്തെയും സേനാ വിഭാഗത്തെയും നമുക്ക് കൂടുതൽ
നമ്മുടെ ശത്രു രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ ഇന്ത്യയെ, നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് എന്താണ് പറയുന്നത്, തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ സൈന്യത്തിൻ്റെ ശക്തിയും നമ്മുടെ സൈന്യത്തിൻ്റെ ബലവും ഒക്കെ നമുക്കറിയാം. അവരെപ്പോഴും പ്രിപ്പയർഡാണ്, അവർ എപ്പോഴും സുസജ്ജമാണ്. ഈ പറഞ്ഞ രാജ്യങ്ങളെയൊക്കെ അപേക്ഷിച്ച് തീർച്ചയായിട്ടും ഇന്ത്യ വളരെ പവർഫുൾ ആയിട്ടുള്ള രാജ്യമാണ്. എന്നിരുന്നാൽ തന്നെയും അവർ മുമ്പോട്ട് പോകുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ഒരു പടിയും കൂടെ മുന്നോട്ട് പോയി നമ്മുടെ സൈന്യത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ ആവശ്യമാണ്. അപ്പോൾ അതിന് ഡിഫൻസിൽ കൂടുതൽ ഫണ്ട് അലോക്കേഷൻ ഉണ്ടായേ തീരൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം.